ലക്ഷ്യമെന്ന് ചെയർമാൻ വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ വസീം മുഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ആലുവ ശ്രീമൂലം നഗരത്ത് ഗുണ്ട ആക്രമണം. മുൻ പഞ്ചായത്ത് അംഗം P. സുലൈമാന് വെട്ടേറ്റു. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. സംഭവത്തിൽ 3 പേർ പിടിയിലായിരിക്കുന്നു. ചൊവ്വര സ്വദേശി കബീറാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ്. സുലൈമാനെതിരെയുണ്ടായത് ക്രൂരമായ ആക്രമണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ആദ്യം ഒരു ഹെൽമെറ്റിന് വന്ന് ഒരാൾ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വാച്ച് ചെയ്ത് അത് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ തന്നെ അവർ കാർ പറഞ്ഞ് കയറ്റിയിട്ടുണ്ടായി. ഒരു 5-8 പേരോളം ഉണ്ടെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് ഞങ്ങളെ നല്ല രീതിയിൽ ആക്രമിച്ച് ഞങ്ങൾ അത്യാവശ്യം എനിക്ക് 3 കുത്ത് കിട്ടി പുറത്ത്. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനിയും ആളുകളുണ്ടോ? എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ? അതിനായിപ്പോൾ 4 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വരാജ്, സുനീർ, ഫൈസൽ, പിന്നെ ഒരാൾ കൂടിയുണ്ട്. അങ്ങനെ 4 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവ സമയത്ത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ആളാണ് നമുക്കൊപ്പം. എൻ്റെ പേര് സിയാദ്. എന്തായിരുന്നു ഇന്നലെ സംഭവം? ഇന്നലെ ഞങ്ങൾ സാധാരണ ഇവിടെ ഒരു 10-11 മണി വരെ എല്ലാ ദിവസവും ഞങ്ങൾ ജംഗ്ഷനിൽ ഉണ്ടാവാറുണ്ട്. ഇന്നലെ അതുപോലെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു കാർ വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് ബാക്കിലായിട്ട് നിർത്തി. അതിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങി വന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായി. ഒരു പ്രകോപനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അവർ ഞങ്ങളെ വന്ന് ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ ഇരുന്നിരുന്ന കുറച്ച് മാറി നിന്നിരുന്ന മുൻ മെമ്പറായിട്ടുള്ള സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തിനെ അവർ വന്ന് അടിച്ച് വീഴ്ത്തുകയും പിന്നീടും ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. അതായത് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആൾ താഴെ കിടന്നിട്ടും വീണ്ടും ഒരു സൈക്കോ ക്രിമിനലിൻ്റെ ഒരു ലെവലിലുള്ള ആളുകളായിരുന്നു വന്നത്. അവരെന്തെങ്കിലും പറയുകയോ മറ്റോ ചെയ്തു? ഇല്ല, അവർ പ്രത്യേകിച്ച് ഇന്ന കാരണമൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഒരു പ്രകോപനമൊന്നുമില്ലായിരുന്നു. വന്ന് അടി തുടങ്ങി എന്നുള്ളതായിരുന്നു. ഈ സുലൈമാനെ ടാർഗറ്റ് ചെയ്താണോ? ഇല്ല, സുലൈമാനെ ടാർഗറ്റ് ചെയ്താണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ സുലൈമാനെ ഫസ്റ്റ് അവർ നോക്കണമായിരുന്നു. സുലൈമാൻ കുറച്ച് ബാക്കിലേക്ക് മാറിയിരിക്കുമ്പോൾ ഫസ്റ്റ് വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന ആളുകളെ ആക്രമിച്ചിട്ട് അതിനുശേഷമാണ് സുലൈമാൻ്റെ അടുത്തേക്ക് വരുന്നത്. ഈ ആളുകളെ അറിയോ? ഇവിടെ ഉള്ള ആളുകൾ? ഇല്ല, ഇവിടെ ഉള്ള ആളുകളല്ല. അല്ല. മറ്റാർക്കൊക്കെ പരിക്കുള്ളത്? നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ? ഇതിൽ മൊത്തം 6 പേരോളം പരിക്കുണ്ട്. ഒരാൾ സുലൈമാൻ, സിദ്ദീഖ്, റസാഖ്, പിന്നെ ഞാൻ, അൽത്താഫ്, മൻസൂർ, അങ്ങനെ 6ഓളം പേർക്ക് പരിക്കുണ്ട്. നിങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകൾ വന്നത് അതെ. ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് കാരണം എന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വാക്കേറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരത്തെ നടന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ആണോ അല്ലേ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെ നിങ്ങൾ കൂടെ? സുലൈമാൻ പുതുവാങ്ങുന്നതിൻ്റെ സുലൈമാൻ്റെ സ്ഥിതിയാണ് കുറച്ച് പ്രശ്നമുള്ളത്. ബാക്കി എല്ലാവരും ബെറ്ററാണ്. ഒരാൾ സുലൈമാൻ ഉൾപ്പെടെ 2 പേരാണ് ഇപ്പം നിലവിൽ ഹോസ്പിറ്റലിലുള്ളത്. ബാക്കി എല്ലാവരും ഡിസ്ചാർജായി. അതിൽ സുലൈമാനാണ് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇത്തരത്തിലാണ് ആതിര നമുക്ക് ഇവിടെ ഈ വാഹനം ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. നിരവധി ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘമായിട്ട് ആളുകൾ എത്തി ഇവിടെ ആക്രമണം നടത്തുകയായിരുന്നു. ഇവിടെ അതിൻ്റെ ഭാഗങ്ങളാണ്. ഈ കാറിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 പേർ കസ്റ്റഡിയിലായി എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവർ പുറത്തുനിന്നുള്ള ആളുകളാണ്, ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളാണ് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ളൊരു ഗുണ്ട ആക്രമണം, ഒരു കൊട്ടേഷൻ ആക്രമണമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ്. പോലീസ് അന്വേഷണത്തിലും പറയുന്നത് ഈ പ്രദേശത്ത് നേരത്തെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു എന്നേ ഉള്ളൂ. അതിലൊരു കൃത്യമായ വിശദീകരണം വന്നിട്ടില്ല. പോലീസ് അല്പസമയത്തിനകം തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഇതിൻ്റെ വിശദാംശങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. സംഭവം ഉണ്ടാകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ് നമ്മളോട് സംസാരിച്ചത്. കൃത്യമായി അവർ എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. അവർക്കും ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സുലൈമാനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എന്ന് നിലവിൽ അത്തരത്തിലുള്ള സംഗതികൾ ഒന്നും അറിയില്ല. എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഇവിടെയുള്ള
ആളുകൾ നേരിട്ടല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്, പുറത്തുനിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊട്ടേഷൻ ആയിട്ട് സംശയിക്കുന്നത്. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി തന്നെ പോലീസ് അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആതിര. വ്യക്തമാണ്. അശ്വതി. ആലുവ ശ്രീമൂലം നഗരത്ത് ഗുണ്ട ആക്രമണം. മുൻ പഞ്ചായത്ത് അംഗം പി സുലൈമാന് വെട്ടേറ്റു. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ 4 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ചൊവ്വര സ്വദേശി കബീറാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. സുലൈമാനെതിരെ ഉണ്ടായത് ക്രൂരമായ ആക്രമണം എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ആക്രമണത്തിന് കാരണം ഇതുവരെ വ്യക്തമല്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം